നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതിന് മുമ്പേ നാളത്തെ പ്രൊമോ കണ്ടു. എൻ്റെ അമ്മോ, സാബുമോൻ എല്ലാവരും ഓരോരുത്തരായിട്ട് എടുത്ത് അടുക്കി പൊളിച്ചടുക്കുന്നുണ്ട്. സത്യം പറയാം, നിങ്ങൾ ഇപ്പോഴൊക്കെയാണ് കണ്ടു തുടങ്ങിയ ആൾ. ചിലപ്പം സീസൺ 1 കാണാത്ത ഒരുപാട് പേരുണ്ട്. കാണണം. ഇനിയെങ്കിലും ആ സീസൺ 1 കാണുമ്പോഴേ സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി, ഈ മാസ്കാ ബാപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഐറ്റം. കൈയെടുത്തത് ഇങ്ങനെ ഒരു ഇടക്ക് കൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ, അതാണ് ഇന്ന് ആ പ്രൊമോയില് അനീഷിനെതിരെ. അനീഷിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് തോന്നുമ്പോൾ കാണുന്നത്, അല്ലേ? നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോ നാളെ എന്തായാലും എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ പറയുന്ന അക്ബറിന് കൊടുക്കുന്നുണ്ട്, അനിമോൾക്ക് കൊടുക്കുന്നുണ്ട്, ആര്യന് കൊടുക്കുന്നുണ്ട്. ആര്യന്റെ പറഞ്ഞ ഇവിടെ എന്തിന് പരിപ്പുണ്ടാക്കി കൊടുക്കുന്നു, ക്യാരറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രമോയെ കുറിച്ചൊക്കെ നാളെ കിട്ടിലുമായിരിക്കും കേട്ടോ. സൗമൻ നാളെ ഓരോരുത്തരായിട്ട് അലക്കി റെഡി ആക്കുന്നുണ്ട്. ഒറ്റ എണ്ണത്തിനെ വിടുന്നത്. ഏറ്റവും കൂടുതൽ അലക്കുന്നത് അനീഷിനായിട്ടാണ് നമുക്ക് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് ഞാനിവിടെ പറയാൻ വന്നത്, ഇന്നത്തെ ടാസ്ക്, ഇന്ന് ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക്, അതിനകത്ത് ആര്യൻ വിജയിച്ചു. ആര്യൻ അവസാനം പൊളിഞ്ഞു, തോറ്റു. എങ്കിൽ കൂടി ആര്യൻ വിജയിച്ചു, അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ഇതില് വലിയൊരു ബ്രില്യൻസിന്റെ ആവശ്യമുണ്ടോ ഈ ഒരു ടാസ്കിന്? ആര്യൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു എന്നുള്ള വീഡിയോസ് ഞാൻ കാണുന്നു. അതുപോലെ ഷാനവാസിനെ എല്ലാ വീഡിയോയിലും ഷാനവാസിനെ കുറ്റം പറയുന്നതായിട്ടും കാണുന്നുണ്ട്. ഷാനവാസ് ടാസ്ക് പൊളിച്ചു, ഓവർ മാസ് കാണിച്ചു, ഓവർ ഷോ ഓഫ് കാണിച്ചു എന്നൊക്കെയാണ് എല്ലാവരുടെ വീഡിയോ. മുഖ്യ വീഡിയോ എനിക്ക് 99-100% അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ എന്റെ അഭിപ്രായം വ്യത്യാസമാണ്. കാരണം ഇത് പറയാൻ കാരണം, ഞാൻ ഈ പറയുന്ന ലൈവ് ഇന്ന് ഒരു സെക്കൻഡ് പോലും കളയാതെ കംപ്ലീറ്റ് ആയിരുന്നു കണ്ടത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് നടന്നത് എന്ന് എന്റെ ഒരു അഭിപ്രായം, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ റിലേറ്റ്. ഞാൻ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്ബ് ചെയ്യും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, എനിക്ക് തോന്നിയ കേസ് പറയാം. ഇവിടെ ഈ കൊടുത്ത ഒരു ടാസ്ക്, ഇതിന് വലിയൊരു ബുദ്ധിയെ ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന ആര്യന്റെ ഒരു വലിയൊരു ബ്രില്യൻസ് ഒന്നും അതിനകത്ത്, ബ്രില്യൻസിന്റെ ആവശ്യമില്ല. യഥാർത്ഥം പറഞ്ഞാൽ ആര്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ടാസ്ക് കുളമായതെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ തെളിവ് ഉൾപ്പെടെ ഞാൻ പറയാം. ആര്യന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ മണ്ടത്തരം കൊണ്ടാണ് ഈ ഒരു ടാസ്ക് പൊളിയാനുള്ള കാരണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ഷാനവാസ് ഇവരെ കൂടെ നിന്നില്ല? ഷാനവാസ് എന്തോ റിബലായി മാറി. അതിന്റെ കാരണം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കേസ്, ഈ ടാസ്ക് പൊളിയാനുള്ള ഒന്നാമത്തെ കേസ്, ആര്യന് ഈ ബിഗ് ബോസ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കൃത്യമായിട്ട് പറയുന്നത് തന്നെ അവൻ കേൾക്കുന്നില്ല. അവൻ ഓവർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഈ ഒരു ടാസ്ക് കിട്ടിയപ്പോൾ തന്നെ കൺട്രോൾ തെറ്റിയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഒരു കാര്യം, അതായത് ഈ അക്ബർ ഉൾപ്പെടെ, അക്ബറിനെ കൂട്ടാതെ വീണ്ടും 4 പേര് എടുക്കണം എന്ന് 3 പ്രാവശ്യമാണ് ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇവൻ ഒരുമാതിരി മൈൻഡ് തെറ്റി എന്തൊക്കെ ആലോചിച്ച് ഈ ഫോണിൽ കൂടി സംസാരിച്ചിട്ട് പോലും പല ബിഗ് ബോസ് പറയണമെന്ന് കേൾക്കില്ല, വേറെ എന്തൊക്കെ ചിന്തിച്ച് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്ന് ടാസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. പക്ഷെ ഇവന് പറ്റിയൊരു അബദ്ധം, ആദ്യം അക്ബറിനെ വിളിക്കും. ഒരാളെ കൂട്ടാൻ പറയുന്നു, അക്ബറിനെ വിളിക്കുന്നു. ഇവൻ ഈ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ അവന് പറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു ലൈവോ എപ്പിസോഡോ എടുത്ത് നോക്കിയില്ല, ആർക്കും ഇത് മനസ്സിലാവുന്നില്ല. ആദ്യം അക്ബർ ആയതുകൊണ്ട് കുറെ പറഞ്ഞു അക്ബർ ചോദിച്ച് അക്ബറിന് ഒരുവിധം മനസ്സിലായി. ഇവന്റെ പറച്ചില് കേട്ടാൽ, ആരിന്റെ പറച്ചില് കേട്ടാൽ ഇവൻ എന്തോ ഉടായ്പ കാണിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. മനസ്സിലായോ? ഇവൻ അങ്ങനെയാണ്. ഇവനെ ലക്ഷ്മി കാരണം പറയാം. അതിനുശേഷം അക്ബറിന് ആദ്യം മനസ്സിലായില്ല. അക്ബറിന്റെ അടുത്തും ഇവൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ, നമുക്കത് അറിയാന്നുള്ളത് കൊണ്ട്, നമുക്ക് ഈ ടാസ്ക് എന്താണെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പുതിയ ഒരാൾ അവന്റെ ഫ്രണ്ട് വന്നിരുന്നാൽ ഇവൻ പറയുന്ന വിശ്വസിക്കാൻ വളരെ പാടാണ്. അക്ബർ ഒരുവിധം വിശ്വസിച്ചു. അക്ബർ ആദ്യം വിശ്വസിച്ചില്ല, പിന്നീടാണ് വിശ്വസിച്ചത്. അതിനുശേഷം പിന്നെ വിശ്വസിച്ചോ? ഇല്ല. കാരണം ഇവൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഈ പറയുന്ന ആരാണ്, നമ്മുടെ ലക്ഷ്മി വിശ്വസിച്ചോ? ഇല്ല. അവർക്കൊക്കെ പ്രൂഫ് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ വിശ്വസിച്ചത് സാബുവിന് വലിയ കുരുട്ട് ബുദ്ധിയൊന്നും ഇല്ലാത്തത് അവൻ പറഞ്ഞത് ശരിയായിരിക്കും എന്ന് അങ്ങ് വിശ്വസിച്ചു തന്നല്ലോ. ഇതാണ് അവൻ, അതായത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ഇവൻ പറയണ എങ്ങനെയെന്നറിയാമോ? ഇവൻ വന്ന് ഒരാളെ വിളിച്ചിട്ട് പറയണേ, നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾ എന്നെ ചതിക്കില്ലല്ലോ, ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ അവരെടുത്ത് ഈ പോയി കിടന്ന് ഇങ്ങനെ താങ്ങി പറയുമ്പോഴാണ് ഇവർ ഈ ടാസ്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സംഭവം അവരവിടുത്തെ അവതരിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. അത് അക്ബർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നീ എന്തിനിങ്ങനെ താഴ്ന്ന് പേടിച്ചതുപോലെ അങ്ങനെയല്ല പറയാനുള്ളത്. ഇപ്പോ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് എന്ന് പറയുന്നത്, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്. ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞ്
ഒരാളെ കൂടി കൂട്ടായി നിങ്ങൾ കയറണ ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു. അപ്പൊ ഇവൻ ഈ ലക്ഷ്മിയുടെ അടുത്തും ഷാനവാസിന്റെ അടുത്തൊക്കെ ലക്ഷ്മി അതിനുശേഷം ഇവ മാത്രമല്ല അക്ബർ ആയിക്കോട്ടെ ലക്ഷ്മിയൊക്കെ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു. എനിക്കത് കിട്ടിയടി, ഇത് കിട്ടിയടി, അത് തിന്നടി, ഞാൻ 2 തിന്നടി, ഇത്ര സ്പ്രൈറ്റ് കുടിച്ചടി. പക്ഷേ ഈ ബിന്നി നിങ്ങൾ എനിക്ക് പറയണമെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ എന്താ ഈ പറയണത്? ബിന്നി എത്ര തവണ പറഞ്ഞു എനിക്ക് മനസ്സിലാവണത്. പിന്നെ അതിനുശേഷം പിന്നീട് ആര്യം വരുന്നു. ആര്യം പറഞ്ഞിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള വേയിൽ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നില്ല. അവർക്ക് പറഞ്ഞ ഇതാണ് സംഭവം. ഈ പിന്നീട് ലക്ഷ്മി എന്ന് പറഞ്ഞ ഇത് പ്രാങ്കാണ്, ഇതൊരു പ്രാങ്കാണ്. പിന്നീട് നമ്മൾ പ്രാങ്ക്, ആഹാരം കഴിക്കണം പ്രാങ്ക്, അതെന്താ പ്രാങ്ക്? നിങ്ങൾ കഴിക്കുന്ന ബിഗ് ബോസ് പറയണത് അതിന് ആൻസർ പറയുന്നില്ല. ഇവിടെ ഷാനവാസ് എന്തുകൊണ്ട് ഇവർക്ക് റിബലായിട്ട് നിൽക്കാൻ കാരണം, ഷാനവാസിന്റെ അടുത്ത് ഇവൻ വിളിച്ചു. ഇവൻ ഇതുപോലെ തന്നെയാണ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നത്. ഇവൻ ഇതുപോലെ ആരടുത്ത് കഥ പറഞ്ഞാലും എന്ത് ചെയ്യില്ല, അവിടെ അവർ വിശ്വസിക്കില്ല. ഒന്നാമത് ഷാനവാസും ഈ പറയുന്ന ആര്യനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആണല്ലോ. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡബിൾ ഗെയിം ഉണ്ടോ എന്ന് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും. കാരണം അവൻ പറഞ്ഞു ഫലിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ ഷാനവാസിന് മനസ്സിലായി എന്തോ കഴിക്കാനുള്ളൂ, എന്റെ അടുത്ത് എന്നെ എന്തിനു വിളിച്ചു? അതുമല്ല അതിന്റെ ഇടയിൽ ഇവന്റെ മറ്റേ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിന്റെ കേസ് ഇവൻ ആരെടുത്തും മിണ്ടിയില്ല. എന്തുകൊണ്ട്? ബിഗ് ബോസ് പറഞ്ഞോ ഫോണിന്റെ കേസ് ആരെടുത്തും മിണ്ടരുത് എന്ന്. അപ്പൊ ഷാനവാസ് ഇവിടെ ഇവന്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത് അതെന്തും ചോദിച്ചു ഇവൻ മറച്ചു പിടിക്കും. അതെനിക്ക് പറയാൻ പറ്റത്തില്ല, അതെന്റെ സീക്രട്ടാണ്, എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അവർ വരുമ്പോ ഷാനവാസിന് വീണ്ടും ഡൗട്ടായി. മനസ്സിലായോ? ഷാനവാസിന് ഇത് വീണ്ടും ഷാനവാസ് ആവർത്തിച്ച് പറയണ്ടത് അതെന്തോന്ന്, അതൊക്കെ കാണിച്ചത് ഞാൻ നിൽക്കാം. പക്ഷെ കാരണം ഷാനവാസിന് ഡൗട്ടാണ്. ഇവ എന്നെ മണ്ടനാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്നെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണോ എന്നൊരു ഡൗട്ട് ഷാനവാസിനുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ പറയുന്ന ഇവൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. ടാസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് അവന്റെ കൂടെ കൂടിയവരെ പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആര്യന് പറ്റിയില്ല. ആ തെറ്റുകൊണ്ടാണ്, ആര്യന്റെ ആ കഴിവുകേട് കൊണ്ടാണ് ഇവിടെ ഷാനവാസ് റിബലായി മാറിയത്. മനസ്സിലായോ? അല്ല, ഷാനവാസിന് അതിനകത്ത് കുറ്റം പറയരുത്. ഷാനവാസ് ഒന്ന് ചിന്തിച്ചു, യവൻ എന്തൊക്കെ പറയണം, എന്തോന്ന് ആഹാരം കഴിക്കണം, അത് ആഹാരം എങ്ങനെ കഴിക്കണം. അതായത് നമ്മൾ ഈ ടാസ്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു സീക്രട്ട് ടാസ്ക് കിട്ടി, അതിന്റെ ടാസ്ക് ഇങ്ങനെയാണ്, എനിക്ക് ആദ്യം ഇത് തന്നു, അതിന്റെ അവരെ പറയും ഈ പറയുന്ന ബാത്റൂമിൽ പോയോ അവിടെ ഒന്നും കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് കഴിക്കണം. ഞാൻ അത് അടുത്ത് കഴിച്ചു തീരുന്നു. എൻ്റെ ഒരു ഫോൺ ഉണ്ട്. അപ്പൊ എങ്ങനെ അറിയിക്കും? എൻ്റെ ആ ഫോൺ എടുത്ത് കാണിച്ചാൽ മാത്രം മതി. ഈ ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ തന്നെ അവര് കൺവിൻസിങ് ആണ്. അവർക്ക് പിന്നെ ഡൗട്ട് ഇല്ല. ഇവ ഫോൺ കാണിക്കില്ല. അതെന്താ? ഫോൺ അത് സീക്രട്ട്, അത് ഞാൻ പറയില്ല. അത് അക്ബറിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ള ആരെടുത്തും പറഞ്ഞില്ല. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഇവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു. എന്നിട്ട് പറയണത് എന്താ ഫോൺ കണ്ടു ഇങ്ങനെ ഞാൻ കഴിച്ചു. പിന്നെ അവർ പറഞ്ഞു ഒരാളെയും കൂടി കൂട്ടുന്നു. ഞാൻ അപ്പൊ അക്ബറിനെ കൂട്ടി. പിന്നെ അങ്ങനെയാണ് നിങ്ങളിലേക്ക് കൂട്ടി. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നിരുന്നുവെങ്കിൽ ഷാനവാസ് ഒരിക്കലും ചതിക്കില്ലായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അത്രയ്ക്ക് മണ്ടനല്ല ഷാനവാസ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഷാനവാസ് റിബലാവാൻ കാരണം ഇവന്റെ ആ ഒരു ഈ ടാസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കാൻ കഴിയാത്ത ഇവന്റെ കഴിവുകേടാണ് ഇവിടെ ഈ ടാസ്ക് സത്യം പറഞ്ഞാൽ അവസാനം കുളമായത് എന്നുള്ളത്. അല്ലാതെ ഈ പറയുന്ന വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത് എന്ത് ബ്രില്യൻസ് ആണ് ഇതിനകത്തിരിക്കുന്നത്? ഒരാൾ വിളിച്ചു പറയുന്നു പിന്നെ ഒരു സാധനം ഇവന്റെ എന്തുണ്ട്, ഫോണുണ്ട്, ആണോ? ഫോൺ ബെല്ലടിക്കും, ചെന്നൊരിടത്തുനിന്ന് എടുക്കണം. ശരി, അവിടെ ഒരു ബർഗർ ഒക്കെ പോയി കഴിച്ചോ. കുറച്ച് ആൾക്കാരോട് വലിയ വീടാണ്, കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഒരു ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ബ്രില്യൻസിന്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഒരു സഹായിയെ കൊടുത്തു, അക്ബറിനെ കൊടുത്തു, ഒരു പിസ കണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നായിരുന്നോ? ഷാനവാസ് റിബൽ ആവണ വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അത്രയ്ക്കുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അവന് അനുകൂലമായിട്ട് കുറെ എണ്ണം വെളിയിൽ പോയി കളിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഇവർ ചെയ്ത ഒരു ബ്രില്യന്റ് ഞാൻ പറഞ്ഞുതരാം, ഒരു ബ്രില്യന്റ് ഗെയിം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുകയാണെങ്കിൽ ഷാനവാസ് റിബലായല്ലോ. അപ്പോ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു നമ്മളൊക്കെ എന്ത് ചെയ്യാം, ശരി പ്ലാൻ മാറ്റാം, സ്റ്റോർ റൂമിൽ നിന്ന് മാറ്റി നമുക്ക് ആക്ടിവിറ്റി ഏരിയയിലേക്ക് മാറ്റാം. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഷാനവാസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഷാനവാസിനെ എന്ത് ചെയ്തു, വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ റൂമിൽ മുമ്പിൽ ഇവർ നിന്ന് കറങ്ങി ഷാനവാസിനെ അവിടെ എന്ത് ചെയ്തു, ഒന്ന് കറക്കിപ്പിച്ചു. അപ്പൊ ഷാനവാസിനെ അറിഞ്ഞു, ഷാനവാസ് ഇതിലാണ് ഫോക്കസ്, ഇവിടെ വരും. ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്രില്യന്റ് സംഭവിച്ചു. അത് ആദ്യന്റെ മാത്രമല്ല, ഈവൻ ലക്ഷ്മി വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിയാണ് സത്യം പറഞ്ഞ സാബുമോന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. സാബുമോൻ നീ അവിടെ ചെന്ന് കറങ്ങി നിൽക്കണം, അവനെ എന്ത് ചെയ്യണം, പിന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണമെന്ന് അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസ് നമ്മൾ ഭയങ്കര ആ ഒരു സംഭവം വിട്ടുകഴിഞ്ഞാൽ വേറെ എന്ത് ബ്രില്യൻസ് ആണ് ഇതിനകത്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല.
എന്ത് ബ്രില്യൻസ് ആണ് ഇതിൽ വേറെ ആർക്ക് കൊടുത്താലും അവർ ചെയ്യുമായിരുന്നു. ഈ പറയുന്ന സാബുമോന്റെ സീസണിൽ തന്നെ ഒരു ഇതുപോലത്തെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാബുമോൻ കണ്ടുപിടിച്ചത് അതൊക്കെ കാണണം സീസൺ 1. ഇതിനകത്ത് ആ കൂടി 11 വരെ ഉള്ളൂ. ഈ 11 വരെ ഇടയിൽ കുറച്ച് ഇത്രയും വലിയൊരു ഭണ്ഡാരക്കണക്കിന് ഒരു വീടും കെട്ടിയിട്ട് 11 വരെ ഇടയിൽ ഒരു ബർഗർ തിന്നാനാണോ പിന്നെ ബ്രില്യൻസ് വേണ്ടത്? ഒരു പിസ 2 പേരിട്ട് തിന്നാനാണോ ബ്രില്യൻസ് വേണ്ടത്? ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം, ആളെ കേട്ടണേന് ഒരു ബ്രില്യൻസ് വേണം. അവരെന്ത് ചെയ്തു? അതുവരെ അവിടെ നിന്നെടുത്ത് അതിനകത്ത് കൊണ്ടുവയ്ക്കാൻ വലിയ ബ്രില്യൻസ് വേണം. അതിനകത്ത് കൊണ്ട് നേരെ കൊണ്ട് ഈ പറയുന്ന സിഗരറ്റ് റൂമിനകത്ത് കൊണ്ടുവയ്ക്കാൻ. അവിടെ നിന്ന് ആരും കാണാതെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ബാത്റൂമിൽ ആരും കാണാതെ കയറ്റുന്നെങ്കിൽ ശരി, ഓക്കെ. ഇവിടെ എന്ത് ചെയ്യും? വന്ന് കയറി കൊടുത്ത് പിന്നെ അതുവരെ അരിമോൾ ഇറങ്ങുന്ന സമയം നോക്കി അതിന്റെ ഫ്രണ്ടിൽ കൂടി പോയി. പിന്നെ ഓവർ ആക്ടിങ്ങും, ഇവരെല്ലാരും കിടന്ന് ഓവർ എക്സൈറ്റ്മെന്റും, എന്ത് പറയണമെന്ന് ഭയങ്കര ആഹ്ലാദമായിപ്പോ എനിക്ക് കിട്ടിയല്ലോ, നമുക്ക് തിന്നാൻ കിട്ടില്ല, അവരൊക്കെ മണ്ടന്മാരായല്ലോ, അവരെ വിളിക്കരുത്, ഇവരെ വിളിക്കരുത്, കുശുമ്പ്, ഇതിന്റെ ഇടയിൽ കൂടി വ്യക്തിവൈരാഗ്യം, ഇതൊക്കെ തീർത്തുകൊണ്ടാണ് ഈ ടാസ്ക് സത്യം പറഞ്ഞാൽ പരാജയപ്പെടുക ചെയ്തത്. ടാസ്ക് എങ്ങനെ വിജയിച്ചു എന്ന് പറയാൻ പറ്റും? അവസാനം പൊളിഞ്ഞില്ല. എന്നിട്ട് ബിഗ് ബോസ് വേൾഡ് ഹാൻഡ് കൺഗ്രാജുലേഷൻ. കാരണം ആര്യൻ അത്രയ്ക്ക് ബൂസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആയിട്ട് ആര്യൻ എങ്ങനെയും ടോപ്പ് 5 കയറ്റണം. അതിന് വേണ്ടിയിട്ട് ആര്യന് മാക്സിമം സ്പേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ടാസ്ക് പോലും വെച്ചത്. ആര്യനെ മുൻനിർത്തിക്കൊണ്ടൊരു ടാസ്ക് പോലും വെച്ചത് അതുകൊണ്ട് തന്നെ. ഇന്ന് നിങ്ങൾ നോക്കിയാണ്, ഇന്ന് മെയിൻ എപ്പിസോഡിലും ആര്യന്റെ ഒരു മിമിക്രി കണ്ടാൽ കരഞ്ഞു പോകും. ആ മിമിക്രി വരെ എടുത്ത് കാണിച്ചു. വേറെ ഒരു ഒന്നും ഇല്ലായിരുന്നോ അതിനകത്ത്? BB+ പോയി കണ്ടത് ആര്യൻ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് എനിക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഷാനവാസ് റിബൽ ആവാൻ കാരണം, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് തിരിയാൻ കാരണം, അത് ഇവരെ പിടിപ്പുകേടാണ്, ഇവരെ കഴിവുകേടാണ്. കൃത്യമായിട്ട് ടാസ്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ ആര്യനെ കൊണ്ട് സാധിച്ചില്ല. ആര്യനെ കൊണ്ടും ആര്യന്റെ കൂട്ടുകാരെ കൊണ്ടും സാധിച്ചില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.